ഹലോ കൂട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അത് നമുക്ക് വായിക്കാം. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾക്ക് അതിൻ്റെ 12-ാം വാക്യം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഈ ദൈവമക്കൾ ആകുവാൻ ആഗ്രഹിച്ചവർ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു, യേശുവിനെ വിശ്വസിച്ചു. അങ്ങനെയുള്ളവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന്. ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് ഇവരിൽ പ്രവർത്തിച്ചത് കൊണ്ടാകുന്നു ഇവർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനായിട്ട് ഇടയാക്കിയത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുവാൻ നമുക്ക് ചില ബൈബിൾ ഭാഗങ്ങൾ പരിശോധിക്കാം. യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ഇത് നിക്കോദെമോസ് എന്ന യഹൂദ പ്രമാണിയോടാണ് യേശു പറയുന്നത്. ഈ പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടപ്പോൾ ദൈവത്തിൽ നിന്നും വന്ന ഒരു ഉപദേഷ്ടാവാണെന്ന് നിക്കോദെമോസിന് മനസ്സിലായിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ യേശു അവനോട് പറയുന്ന സംഭാഷണമാണ്: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ നിക്കോദെമോസ് ഇത് കേട്ടപ്പോൾ എങ്ങനെയാണ് പുതുതായി ജനിക്കുവാൻ സാധിക്കുന്നത്? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണോ പുതുതായി ജനിക്കുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു മറുപടി പറയുകയാണ്: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. കൂട്ടുകാരെ, അപ്പോൾ ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ദൈവം ആകർഷിക്കാതെ ആരും യേശുവിനെ സ്വീകരിക്കില്ല. എന്നാൽ ഈ യേശുവിനെ സ്വീകരിച്ചവർ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആ ദൈവരാജ്യം, എന്നാൽ ആ നിത്യരാജ്യത്തിലേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് യേശു നിക്കോദെമോസിനോട് പറഞ്ഞത്. ഇനിയും കൂട്ടുകാരെ, നമുക്ക് വീണ്ടും അടുത്ത ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. കൂട്ടുകാരെ, നമുക്ക് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നൽകുന്ന, ആ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. നമ്മൾ വചനം ആരാണെന്ന് പഠിച്ചു, യേശു. ദൈവത്തിൽ നിന്നുള്ള ആ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നിക്കോദെമോസിനോട് പറഞ്ഞു, വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ വീണ്ടും ജനിക്കുക എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവത്തിൽ നിന്നുള്ള വചനവുമായി നമ്മൾ സ്വീകരിക്കണം. പിന്നീട് ആ 3-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുകയാണ്: ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. 5-ാം വാക്യം പറയുന്നത്: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ ആർക്കും കടക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ ജനിക്കണം. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. മനുഷ്യരെല്ലാം ജഡത്തിൽ നിന്ന് ജനിച്ചതാണ്.
എന്നാൽ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് ദൈവത്തിൽ നിന്നാണ് വന്നത്. ആ ആത്മാവിൽ നിന്ന് ജനിച്ചത് ആരാണ്? യേശുവാണ്. ആ യേശുവിനെ കൈക്കൊള്ളുന്നവൻ ഒരു പുതു സൃഷ്ടിയാകുന്നു എന്നതാണ് ഈ വചനം നമ്മളോട് പറയുന്നത് കൂട്ടുകാരെ. ഇനി നമുക്ക് അടുത്ത ഒരു വാക്യം കൂടെ നമ്മൾക്ക് ഒന്ന് പരിശോധിക്കാം. 1 യോഹന്നാൻ 3 അധ്യായം അതിൻ്റെ 9 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ കൂട്ടുകാരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ ആരും പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. പിതാവായ ദൈവം തന്ന ആ ആത്മാവ് യേശുവിൽ വസിക്കുന്നു. ആ യേശുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവം കൊടുത്ത ആ ആത്മാവ് തന്നെ നമ്മളിലും വസിക്കുന്നത് കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നില്ല. അതാണ് പുതുതായി നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റം. നമ്മൾ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ് ഒരു പുതു മനുഷ്യനായി മാറുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം നമ്മൾ വിട്ട് നമ്മൾ പാപം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് നമ്മളോട് ഈ വചനം നമ്മളോട് പറയുന്നത്, ഒരാൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആ ദൈവം രാജ്യം കാണുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. 1 യോഹന്നാൻ 5 അധ്യായം അതിൻ്റെ 18 വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. കൂട്ടുകാരെ, ഇവിടെ പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പുതു സൃഷ്ടിയാകുവാനല്ലേ ആഗ്രഹിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവത്തിൻ്റെ പുത്രനുമായി നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചിഹ്നമായിട്ടാണ് നമ്മൾ വെള്ളത്തിലും ആത്മാവിലും നമ്മൾ ജനിക്കുന്നത്. അതുതന്നെയാണ് യേശു നിക്കോദെമോസിനോട് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിലാലും ജനിക്കാത്തവരാരും ആ ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുതുതായി ജനിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവർ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ ആരാണ്? സാത്താൻ. സാത്താനും അവൻ്റെ അനുയായികൾ ആരും നമ്മളെ തൊടുവാൻ പറ്റുകയില്ല. കാര്യം നമ്മൾ ദൈവമക്കളാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വായന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. എൻ്റെ എളിയ ഒരു മനസ്സിലാക്കൽ ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.